തുടർച്ചയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കൂടുന്നു. കമ്പ്യൂട്ടർ എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുകയാണ് ബാംഗ്ലൂർ സ്വദേശി എച്ച്.എം. അരുൺകുമാർ. കൊച്ചിയിലെ ആദിത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവശ്യമായ പരിശീലനം നൽകുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരിൽ 75% ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെന്നാണ് അടുത്തിടെ ബാംഗ്ലൂരിൽ നടത്തിയ പഠനം തെളിയിക്കുന്നത്. ശരിയായ രീതിയിലല്ലാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കഴുത്തിനെയും നട്ടെല്ലിനെയും വിരലുകളെയും കൈയിലെ പേശികളെയും ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 6 മണിക്കൂർ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾ 25 കിലോമീറ്റർ ദൂരം കൈ ചലിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ശാസ്ത്രീയമായ രീതിയിലല്ലാതെ ടൈപ്പ് ചെയ്യുന്നത് തുടങ്ങി കമ്പ്യൂട്ടറിന്റെ സ്ഥാനവും കസേരയുടെ സ്വഭാവവും വരെ റിപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറിക്ക് കാരണമാകാം. കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇത്തരം രോഗങ്ങൾ വളരെ പെട്ടെന്ന് ബാധിക്കുന്നത്. വളരെ ലളിതമായ ചില ക്രമീകരണങ്ങളിലൂടെ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്ന് അരുൺകുമാർ പറയുന്നു. Many people, they just do with only 1 or 2 fingers and they struggle on the keyboard by looking at it. By looking only, the eyes are strained. If at all he is typing 100 characters in 1 minute, by seeing the keyboard, he has to move his eyeball 200 times. So because of that, what is getting eye strain is happening for them. And then because of bending and searching, they get this particular neck pain and then back pain. So they have to do typing without looking at the keyboard. And one more thing is the furniture has to be correct. They should have a keyboard drawer, and next to keyboard only they should have mouse. They shouldn't have mouse at the tabletop. So it should be just on the same surface. And on the resting bar, it should be made with cushion. Then there will not be any hand injury will not be there. It should be very, very soft cushion. And then the chair should be ordinary chair that is without any wheels. 4 മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന ശാസ്ത്രീയമായ ടൈപ്പിംഗ് രീതി വികസിപ്പിച്ചെടുത്ത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അരുൺകുമാർ. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല അരുൺകുമാറിന്റെ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുന്നത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും കമ്പ്യൂട്ടർ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അരുൺകുമാറിന്റെ നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം പ്രയോജനപ്രദമാണ്. ഡെൻസിൽ ആന്റണി, അമൃത ന്യൂസ്, കൊച്ചി.